എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ പറയുന്നത് എന്തൊരു ചൂടാണല്ലേ എന്ന് തന്നെയാണല്ലേ. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു ആശ്വാസവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വരും ദിവസങ്ങളിലെ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വലിയ ചൂട് തന്നെ തുടരും. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലേതിനൊക്കെ കാൾ കൂടുതൽ വലിയ ചൂട് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാടുകാർക്ക് ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്നു. കൊല്ലം, തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൂര്യാഘാതത്തെ തുടർന്ന് 2 പേർ മരിച്ചതിന് പിന്നാലെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന ആരോഗ്യ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അഷിൻ ഡിയാഗോയും സിനോജ് തോമസും നൽകും കൂടുതൽ വിവരങ്ങൾ. അഷിൻ, പൊള്ളുന്ന വെയിലത്ത് നിന്നാണ് റിപ്പോർട്ടിംഗ് എന്നറിയാം. എന്താണിപ്പോൾ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം? എല്ലാവരും ഈ ഉഷ്ണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണല്ലോ. വിനിത, അക്ഷരാർത്ഥത്തിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. ഈ ഉയർന്ന താപനില പല ജില്ലകളിലും പാലക്കാട് അടക്കം 41 ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുന്നു. തൃശ്ശൂർ അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിൽ 40 ഡിഗ്രിക്ക് അടുത്തിരിക്കുന്നു ഈ താപനില. ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, മന്ത്രി വീണ ജോർജ് ഈ ഉന്നത ആരോഗ്യ ഉദ്യോഗസ്ഥരുമായി ഈ ഒരു സാഹചര്യം വിലയിരുത്തുന്നതിനായി ഒരു യോഗം ചേർന്നിരുന്നു. ഈ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ജില്ലകളുടെ സാഹചര്യം ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്താനും ഇതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനും ഈ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ആരോഗ്യ വകുപ്പും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രി ഈ ഒരു യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഒരു നിയന്ത്രണം അത് മെയ് 15 വരെ നീട്ടിയിരിക്കുകയാണ്. അതായത് 11 മണി മുതൽ 12 മണി മുതൽ 3 മണി വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കരുത്. ഇത്തരത്തിൽ പണിയെടുപ്പിക്കുന്ന തൊഴിൽ ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയും നേരത്തെ അറിയിച്ചിരുന്നു. ഇന്നലെ മുതൽ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ കേരളം ചുട്ടുപൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ 12 ജില്ലകൾക്കാണ് അതിതീവ്ര ഇതിനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഉഷ്ണതരംഗം പാലക്കാട് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ മാസം ആദ്യമൊക്കെ ചെറിയ വേനൽ മഴ ലഭിച്ചിരുന്നത് ഒരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇനി അടുത്ത ആഴ്ചയൊന്നും അത്തരത്തിൽ മഴയ്ക്ക് പോലും ഒരു പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണോ? നിലവിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലവും തൃശ്ശൂരും ഈ ഒരു 3 ജില്ലയിൽ വരും മണിക്കൂറുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ ചെറുതായി ഒരു ചാറ്റൽ മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അല്പം തണുപ്പുണ്ട്. വെയിലിൽ നിന്നൊരു അല്പം ആശ്വാസമുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു ധൈര്യ ആശ്വാസമാണ്. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. നേരത്തെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു, രക്ഷയില്ലാത്ത വെയിലായിരുന്നു. ഇപ്പോൾ ധൈര്യത്തോടെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റും. ഈ മാത്രമല്ല, മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ ഈ പൊതുജനം പാലിക്കണമെന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് എല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, ഈ ഡീഹൈഡ്രേഷൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ മുൻകരുതൽ നമ്മൾ സ്വയം എടുക്കണമെന്നും ഇന്ന് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതായുണ്ട്. 11 മണി മുതൽ 3 മണിക്കിടയ്ക്കുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കാൻ പാടില്ല. നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ വെള്ളം ധാരാളം കുടിക്കണം. ഈ ഒരു അവസ്ഥ ഉണ്ടാകാതെ സൂക്ഷിക്കണം. മാത്രമല്ല, ചുണ്ട് വരളുക, ക്ഷീണം, അതുപോലെ തന്നെ അബോധാവസ്ഥയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിർബന്ധമായും എല്ലാവരും ചികിത്സ തേടണമെന്നും ആരോഗ്യമന്ത്രി ഏതായാലും ധാരാളം വെള്ളം കുടിക്കുക, നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക, അങ്ങനെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. സിനോജ് തോമസ് കൂടി ചേരുന്നു. സിനോജ് കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് ചേരുന്നത്. സിനോജ്, സാധാരണ അവധിക്കാലമാണ്, ഈ സമയത്തൊക്കെ അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഈ വെയിൽ കൂടുന്തോറും, ചൂട് കൂടുന്തോറും എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? തെക്കൻ കേരളത്തിൽ നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതൊരു ആശ്വാസമാകുന്നുണ്ട്. വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാടൊക്കെ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോട്ടെ ഒരു സ്ഥിതി എന്താണ്? വിനീത, കോഴിക്കോട് ഇന്ന് 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. അതായത്
40നോട് അടുക്കുകയാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാർ ജില്ലകൾ എടുക്കുകയാണെങ്കിൽ വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും 37 ഡിഗ്രി സെൽഷ്യസിനും 41 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ചൂടുള്ളത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. അവധിക്കാലമാണ്. നേരത്തെ വിനീത് പറഞ്ഞതുപോലെ തന്നെ ഈ സമയങ്ങളൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ തിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. കുറച്ച് ആളുകൾ മാത്രമേ ബീച്ചിലുള്ളൂ. കച്ചവടക്കാർക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള കച്ചവടമില്ല. കാരണം ആൾക്കൂട്ടം വന്നാൽ മാത്രമേ ഇവർക്ക് കച്ചവടം നടക്കുകയുള്ളൂ. ചേട്ടാ ഒരൊറ്റ സെക്കൻഡ്, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം പറ്റ മോശമാണ്. ചൂടുണ്ട്, വളരെ ചൂടാ. ആൾക്കാർ ഇറങ്ങുന്നില്ല. കച്ചവടം ചോക്ലേറ്റ് ആണല്ലോ. ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റാ. ചൂടുള്ള ചോക്ലേറ്റ്. ചൂടുള്ള ആൾക്കാർ കഴിക്കുന്നുണ്ടോ ചൂടുള്ള ചോക്ലേറ്റ്? ഇല്ല, ഒരു 6 മണിന്റെ ശേഷമാണ് കുറച്ച് ആൾക്കാർ ഇറങ്ങാന്. 6 മണിക്ക് ശേഷം എല്ലാതെ ഇറങ്ങുന്നില്ല ആൾക്കാർ. ഈ കാറ്റത്ത് തണുപ്പുണ്ടോ? കടൽക്കാറ്റിന് ഓരോരുത്തരും ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങിക്കാന്ന് ഈ ചൂട് ഇതുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല ആൾക്കാർക്ക്. വളരെ വളരെ ചൂട് കൂടുതലാണ്. ഇനി ഉഷ്ണതരംഗം തുടരുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കച്ചവടക്കാർക്ക് കച്ചവടമില്ല. നൂറുകണക്കിന് തട്ടുകടകൾ ഈ ബീച്ചിലുണ്ട്. പക്ഷേ ഓരോ കടകൾക്ക് ചുറ്റിലും കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ വിനീത് പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിലാണെങ്കിൽ വേനൽ മഴയെങ്കിലും കിട്ടി. ഇവിടെ വേനൽ മഴ പോലും കിട്ടിയിട്ടില്ല. ആ സാഹചര്യമാണ്. കാരണം കോഴിക്കോട് നഗരത്തിലോ അല്ലെങ്കിൽ തീരമേഖലയിലോ ഇതുവരെ ഒരു തുള്ളി വേനൽ മഴ പെയ്തിട്ടില്ല. മലയോര മേഖലയിൽ കുറച്ച് മഴ പെയ്തിരുന്നു. പക്ഷേ മഴ പെയ്തിട്ടും ചൂടിന് ശമനമില്ലെന്നാണ് മലയോരത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂടും കച്ചവടമൊക്കെ? അങ്ങനെ നല്ല രീതിയിൽ പോണ്. ഇതൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. കച്ചവടം ഉണ്ടോ? കച്ചവടമൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പൊ ചൂടായിട്ട് ആളുകൾ അങ്ങനെ ഇറങ്ങില്ല. അതാണ്. ചൂടുകാലത്തെ അവസ്ഥ ചോദിച്ചാ? ചൂടുകാലത്തെ അവസ്ഥ ചൂടാ മറ്റേ രാത്രി ആവല്ലാവും, 7 മണിയെല്ലാം ആവും. ഏറ്റവും കൂടുതൽ കച്ചവടം ഇതിനെ കിട്ടുന്ന ചൂടുകാലത്ത് ഐസ് തന്നെ. ഐസ്, സർബത്ത്, ഇതൊക്കെ. ഐസിനും സർവത്തിനൊക്കെയാണ് ഈ ചൂടുകാലത്ത് കച്ചവടം കൂടുതലെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇത് ഉപ്പിലിട്ടതും ഐശ്വര്യതയും ഒക്കെ കൊടുക്കുന്ന ഒരു തട്ടുകടയാണ്. അങ്ങനെ 7 മണിക്ക് ശേഷം, അത് സൂര്യൻ അസ്തമിച്ച ശേഷം മാത്രമാണ് ഈ ബീച്ചിലെ കച്ചവടക്കാർക്ക് കച്ചവടം കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന ഒരു ചേട്ടൻ ഏകനായിട്ടിരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. കാരണം ഈ ബീച്ചിൽ അല്ലെങ്കിൽ ഈ ചൂടുകാലത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചിലവ് വരേണ്ടത് ഐസ്ക്രീമിനാണ്. പക്ഷേ ഐസ്ക്രീം വണ്ടികൾക്ക് ചുറ്റുപോലും ആളുകളെ കാണുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. കുറേ സമയമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ചേട്ടാ, കച്ചവടം നടക്കുന്നുണ്ടോ? എന്ത് കച്ചവടം? വന്നിട്ട് കുറേ നേരം ഇവിടെ ഇരുന്നിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമായിരുന്നു. കുറേ സമയമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇവിടെ ആരും വേണ്ട. ചൂടുകൊണ്ട് ആരും വരുന്നില്ല. ചൂടുകാലത്താണ് ഐസ്ക്രീമാണ് ഏറ്റവും കൂടുതൽ ചിലവാണ്ടത്. ചിലവാണ്ടാണ്. അതിന് ആള് വരെ ഇറങ്ങണ്ടേ. ആള് വരുന്നില്ല. വെട്ടി നിറച്ച ഐസ്ക്രീം ഉണ്ടോ? വെട്ടി നിറച്ച ഐസ്ക്രീമാണ്. എത്ര മണിക്ക് ഇറങ്ങിയതാ? നമ്മളിപ്പോ 3 മണിക്ക് ഇറങ്ങിയതാ. 3 മണിക്ക്. എത്ര മണി വരെ ഇരിക്കും? നമ്മളൊരു 10 മണി വരെ ഇരിക്കും. സൂര്യൻ അസ്തമിച്ച ശേഷം അവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞ ഒരു 7 മണിക്ക് കഴിഞ്ഞാൽ കുറച്ച് കച്ചവടം നടക്കും. അത്രത്തിനുള്ളൂ. അതുവരെ എങ്ങനെ ഇരിക്കും? ഇതാണ് ഒരു ഐസ്ക്രീം കച്ചവടക്കാരന്റെ അവസ്ഥ. ശരി സിനോജ്, എന്തായാലും അദ്ദേഹത്തിന്റെ വിഷമം മാറ്റുക, നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ വാങ്ങി കഴിക്കുക. ഏതായാലും ഈ ചൂടിന് ഒരു ആശ്വാസമാകട്ടെ. അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിലെ സ്പെഷ്യൽ കുലുക്കി ആവട്ടെ കുടിക്കാൻ. ഏതായാലും വലിയ ചൂട് തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നത്. കോഴിക്കോട് ബീച്ചിലെ കാഴ്ചയാണ്. പലയിടങ്ങളിലും ആൾക്കൂട്ടം ഇല്ല ഈ അവധിക്കാലമായിട്ട് പോലും എന്ന് തന്നെയാണ് സിനോജ് പറയുന്നത്. ഏതായാലും ഇത് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. വലിയ രീതിയിൽ നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മാത്രം പുറത്തു പോവുക. ഈ തൊഴിലാളികൾ നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണം. 12 മണി മുതൽ 3 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് തുടങ്ങിയ ആരോഗ്യവകുപ്പിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കണം. കാരണം സൂര്യാഘാതം ഏറ്റ കഴിഞ്ഞ ദിവസവും 2 മരണം റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ.